ജോണി ആന്റണി പടത്തിലൊക്കെ പോയി തിരക്ക് പിടിച്ചതിന് ശേഷം ആളെങ്ങനെ മാറി? ഫിഗർ മാറിയോ? ഇല്ല, ഞാൻ ഇച്ചിരി നടനായതുകൊണ്ട് തന്നെ ഇച്ചിരി ശ്രദ്ധിക്കാറുണ്ട്. ഗ്ലാമറൊക്കെ നിലനിർത്താൻ എന്തൊക്കെയാ ചെയ്യാന്നുണ്ടെങ്കിൽ വെള്ളം ധാരാളം കുടിക്കാറുണ്ട്. വെള്ളം ഞാൻ പച്ചവെള്ളം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു ശരീര നോട്ടക്കാരനൊന്നും അല്ല ഞാൻ. സംവിധായകൻ ആയിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നടനായിരിക്കുമ്പോഴുണ്ട് ഗ്ലാമർ കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാനൊരു കാര്യം എനിക്ക് മനസ്സമാധാനം കൊണ്ടാണ്. മനസ്സമാനം കൊണ്ടാണ്. എനിക്ക് മനസ്സിലായി. കടമൊക്കെ തീർന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ല സാർ, കടമൊക്കെ ഉണ്ടാവും. കടം എനിക്ക് തോന്നുന്നു ചിലവരുടെ ജാതകത്തിൽ ഇതൊക്കെ പിന്തുടരും. ഞാനിപ്പോ കടം തീർന്നപ്പോ ഒരു വീട് വെച്ചേക്കാന്ന് വിചാരിച്ചു. ഒരു വീട് വെച്ചപ്പോഴും സ്വാഭാവികം കടമായി. പിന്നെ സാർ കോടീശ്വരനല്ലേ, ഇവിടുന്ന് പോകുമ്പോ നല്ല സൂപ്പർ ആയിരിക്കും. കാശ് എങ്ങനെ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടോ? പൈസ കൊണ്ടുപോകാനായിട്ടുള്ള ബാഗ് ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നന്നായി. എനിക്കും നമ്മള് സൂപ്പർ സ്റ്റാർ ആയി നിൽക്കാൻ ശ്രമിച്ച് മെയിൻ നടനായാൽ ചിലപ്പോൾ നമ്മുടെ പേരിൽ പരാജയം കുറിക്കും. നമ്മൾ സൈഡിൽ കൂടെ പോകുന്ന കഥാപാത്രമൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങ് പോകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് അറിയാവുന്ന തൊഴിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാലേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അത് പിന്നെ സിനിമയും കൂടെ ആകുമ്പോൾ സിനിമ എന്ത് രസമാണ് സാർ. അതെ, ആകെ കൂടെ ഓർക്കുമ്പോൾ ഒരു ജില്ലാണ് അല്ലേ? എന്താ കുട്ടേട്ടാ പറഞ്ഞോ? ജോണി ചേട്ടാ, താങ്കൾ കുട്ടിക്കാലത്ത് കോടീശ്വരനാകാൻ വേണ്ടി കള്ളക്കടത്ത് നടത്താൻ ഗോവയിലേക്ക് നാടുവിട്ടിരുന്നു. എന്നിട്ട് ആ നാടുവിടൽ പകുതിക്ക് വെച്ച് അവസാനിച്ചു. അങ്ങനെ ഒരു ആലോചന വന്നോ? കോടീശ്വരനാകാൻ ഇവിടെ വരുന്ന മാത്രമല്ല കോടീശ്വരനാവാൻ തീരുമാനിച്ചത്. അല്ലല്ല, കോടീശ്വരനാകാനുള്ളതല്ല. ഞങ്ങൾ 2-3 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് PDC, ഒരാള് സെക്കൻഡ് PDC, ഒരാള് 10th. ഏത് കോളേജിലായിരുന്നു? NS കോളേജ്, ചങ്ങനാശ്ശേരി. ഓക്കെ. അപ്പോ ചെറിയ ഒരു വഴക്ക് അടിച്ചു, മാർക്ക് എന്താ കുറഞ്ഞിട്ട്. അപ്പം ഒരു ഭയങ്കര സംഘടന, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാടാ, നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് പോവാം. അപ്പൊ ഞാനെന്റെ ഉദ്ദേശം, ഇപ്പൊ ഒരാൾ പറയുന്നു എന്നെ ഇച്ചിരി പൈസ കയ്യിലുണ്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിൽ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, ഒരു വാച്ച് ഉണ്ട്, അതൊക്കെ എടുക്കാം. അപ്പം എൻ്റെ ഒരു വിചാരം എന്താ വെച്ചാൽ കോട്ടയത്തെങ്ങാനും പോയി 2-3 സിനിമയൊക്കെ ഉണ്ട്, നല്ല ഭക്ഷണം കഴിച്ച് തിരിച്ച് വരാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇവർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ രണ്ടും കൽപ്പിച്ച. അപ്പോൾ ഇതിന് മുമ്പ് എങ്ങോട്ട് പോകണമെന്നൊരു ആലോചന നടക്കുന്നു. അപ്പം നമ്മൾ ഈ അറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് സിനിമയാണല്ലോ മനസ്സിൽ. ഞാൻ പറഞ്ഞു എവിടെ പോയാലും ബീച്ച് ഉള്ളിടത്തോട്ടായിരിക്കണം. എന്താ കാര്യം? കാരണം അന്നത്തെ സിനിമകൾ ഇവിടെ കള്ളക്കടത്ത് പെട്ട് കൈമാറുന്നു, ഇതൊക്കെ വരുന്നത്. എന്നിട്ട് അപ്പോൾ പിന്നെ കോടീശ്വരനായിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം വരുന്നു. ഓർമ്മയുണ്ടോ പഴയ അച്ചു എന്നൊക്കെ പറഞ്ഞ ലാലേട്ടറൊക്കെ? അപ്പൊ ഇതാ മനസ്സിൽ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 2-3 പേര് അങ്ങനെ ഒരു ദിവസം പുറപ്പെട്ടു പോവുക. പാലക്കാട് വഴിയാ പോകാൻ തീരുമാനിക്കും. അങ്ങനെ പാലക്കാട് ചെല്ലുന്നു, ഒരു സിനിമ കണ്ടു, ക്യാഷ് തീർന്നു, പിന്നെ ഈ കാൽക്കുലേറ്ററും വാച്ചും വിൽക്കണം. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ അന്ന് നമ്മളെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലീസുകാർ വന്ന് നമ്മളെ വരട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലായി നമ്മുടെ സ്കൂളിൽ പുസ്തകങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോഴേ പോലീസുകാരൻ ചൂരിലുകൊണ്ട് നമ്മളെ അടിക്കുന്നതും എന്താടാ പുസ്തകമൊക്കെ. അപ്പം മനസ്സിലായി. ഞാൻ പിന്നെ ഉള്ള കാര്യം മുഴുവൻ പറഞ്ഞു, ഇന്നപോലെ ഞങ്ങൾ പുറപ്പെട്ട് വന്നതാണ്, ഞങ്ങൾ രാവിലെ തന്നെ അങ്ങ് പൊക്കോളാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് നമ്മൾ ഈ ദേശാടനക്കിൽ കരയാറിലൊക്കെ കണ്ടിട്ട് പള്ളിയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് രാത്രി. കാരണം ഈ അച്ഛന്മാരൊക്കെ ചെന്ന് ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടും, കിടന്നുറങ്ങി രാവിലെ ശരി മക്കളെ ഇനി അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് വിടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പാലക്കാടൊന്നും പക്ഷേ ഈ ചങ്ങനാശ്ശേരി പോലെ ഒന്നുമല്ല, എന്നും കുർബാനയൊന്നുമില്ല, വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. ക്രിസ്ത്യൻസ് കുറഞ്ഞ. പിറ്റേ ദിവസം രാവിലെ ശരി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോലീസുകാരൊക്കെ തല്ലിക്കഴിഞ്ഞിട്ട് ആ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ആ പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരു ഒരു മനുഷ്യൻ ഇങ്ങനെ കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അവിടെ നിന്ന്. നമ്മൾ അവിടെ ഇങ്ങനെ പുറകെ വെയിറ്റ് ചെയ്ത് കുരിശടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ എഴുന്നേറ്റ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ എന്താ, ഞാൻ കാര്യം പറഞ്ഞു ചേട്ടാ, ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഒരു കാൽക്കുലേറ്റർ മതി, ഇത് വെച്ചിട്ട് ചേട്ടൻ ഇച്ചിരി പൈസ തന്നെ ഞങ്ങളങ്ങ് തിരിച്ച് വീട്ടിൽ പോകാം. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അങ്ങനെ ഇദ്ദേഹം ഞങ്ങളെയും കൊണ്ട് നടന്ന് ഒരു പാലക്കാട് കുറച്ച് നടക്കണം. അവിടെ ചെന്ന് പുള്ളിയുടെ മൂത്ത മോനെ വിളിച്ചു, ഇവർക്ക് എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു ഒരു 200. അപ്പോൾ പെട്ടെന്ന് ഒരാൾ 250 എന്നൊക്കെ പറഞ്ഞ് 250 രൂപ. പുള്ളി നമ്മുടെ അഡ്രസ്സ് മേടിക്കുന്നു, നമ്മളങ്ങനെ ഇത് മേടിക്കുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങി വിശന്നിട്ടേ ഒരു വെയിറ്ററിയും കടയിൽ കയറി കുറേ പൂരി കഴിക്കുന്നു. KK എക്സ്പ്രസ്സിന് കയറി കോട്ടയത്ത് ഇറങ്ങുന്നു. വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലാണ് മുഴുവൻ കുടുംബത്തിലെ ആളുകളുണ്ട്. പത്രത്തിൽ കൊടുക്കണോ അതോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്നത്തെ കാലത്ത് വലിയ സംഭവമാണിത്. അതെ. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്, പുറപ്പെട്ടു പോയിട്ടുണ്ട് കുറെ ആൾക്കാർ. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയ വീട്ടിൽ വല്ലതും പറഞ്ഞു? എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല. പക്ഷേ വേറെ എൻ്റെ കൂട്ടുകാരന്മാരുടെ ലൈഫിൽ വലിയ ടേണിംഗ് പോയിന്റ് ആയി. അതിലൊരാൾ പിന്നീട് ഇമ്മീഡിയറ്റ് തന്നെ അദ്ദേഹത്തെ വേറെ മദ്രാസിലേക്ക് പറിച്ചു നടുകയും അദ്ദേഹം ലേവളായി പോലുള്ള കോളേജിൽ പഠിക്കുകയും ഇന്ന് വലിയ ടെക്സാസ് പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പുള്ളി പ്രൊഫസറാണ്.